ബിസിനസിന്റെ പേരിൽ വാഹനം വാങ്ങിയാൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് പല ആളുകളും വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ്. രണ്ട് തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ് ആണ് ബിസിനസിന്റെ പേരിൽ വാഹനം വാങ്ങിയാൽ ഉണ്ടാവുക. ആദ്യത്തേത് GST ആണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾസ് ആണെങ്കിൽ 13 സീറ്റിൽ കൂടുതലുള്ള പാസഞ്ചർ വെഹിക്കിൾസ് ഇത് വാങ്ങുമ്പോഴുള്ള 18% GST നമുക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാം. 13 സീറ്റിൽ കുറവ് അല്ലെങ്കിൽ 13 സീറ്റിലുള്ള വാഹനങ്ങളാണെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത് വരുന്നത് ഇൻകം ടാക്സിലുള്ള ബെനിഫിറ്റ് ആണ്. നമ്മളൊരു വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാസഞ്ചർ വെഹിക്കിൾ ആണോ അത് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ കൂടി അത് ബിസിനസിന്റെ പേരിലാണെങ്കിൽ അതിന് ഓരോ വർഷവും 15% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് അത്രയും നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ ആ പ്രോഫിറ്റ് കുറയുന്നതുകൊണ്ട് അതിൽ ഒരു ടാക്സിന്റെ കുറവും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് വരുന്ന എക്സ്പെൻസുകൾ, ഇൻഷുറൻസ് വരാം, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, ഈ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഇൻകം ടാക്സിൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സ്പെൻസിന്റെ എല്ലാം GST ഇൻപുട്ടും നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. 13 സീറ്റോ 13 സീറ്റിൽ കുറവുള്ള പാസഞ്ചർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസിന്റെ GST നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. 13 സീറ്റ് കുറവുള്ള പാസഞ്ചർ വെഹിക്കിൾസിന്റെ GST ഇൻപുട്ട് ഒക്കെ എടുക്കുന്നത് പലരും കാണാറുണ്ട്. പക്ഷേ അത് GST ലോ പ്രകാരം ഒരിക്കലും കറക്റ്റ് അല്ല. അങ്ങനെ നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിന്റെ ഇൻപുട്ട് എടുത്ത GST എമൗണ്ടും അതിന് ഇൻട്രസ്റ്റും പെനാൽറ്റിയും തിരിച്ചടക്കേണ്ടി വരാം.